1940 തുടങ്ങുന്നൊരു കഥയാണ്. ഭാവത്തിലെ ഭർത്താവ് 1940 മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ വന്നിരുന്നു മഹാത്മാഗാന്ധി. ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തിനല്ല, അത് കഴിഞ്ഞിട്ട് ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് പോണ വഴി കയറിയതാ. അത് ദണ്ഡി അവിടെ എവിടെയാണ്? 1969 ഗാന്ധിജി മരിച്ചു. ഇത് ജനറൽ നോളജ് 40 ഇവിടെ വന്നത്. അങ്ങനെ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് പോണ വഴി കയറിയതാ. കുറച്ച് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ശരിക്കും ഈ കഥയുടെ ഒരു തുടക്കം. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ ദിനത്തിന് റിലീസ് ചെയ്യുന്നത്. അത് ശരി. അതുകൊണ്ട് മാത്രമാണ്. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കിയപ്പോഴേ അതല്ല, ഗാന്ധി വന്നപ്പോഴേ ആ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് വന്നതല്ലേ, ഗാന്ധിജി വന്നപ്പോൾ ഒരു കിഴിയിലാക്കി എടുത്തിരുന്നു. അങ്ങനെ നുണക്കിഴി എന്നാണ് ഈ പടത്തിന് ആദ്യം പേരിട്ടത്. നുണക്കിഴി. അങ്ങനെ പിന്നെ ഈ പോസ്റ്റർ എഴുതിയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നു പോയതാണ് നുണക്കിഴി. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. കുറച്ചൊരു ഗ്യാപ്പ് തരുവി പറയട്ടെ. ഇത് ബേസിലിന്റെ ആദ്യത്തെ പടം. ഇത് ആദ്യത്തെ അല്ല, ഇത് കുറച്ച് എത്രാമത്തെ പടം? ബേസിലിന്റെ ആദ്യത്തെ പടം ഇതല്ല. ബേസിലിന്റെ ആദ്യത്തെ പടം മറ്റേ ഹോംലി മിൽസാ. അല്ലല്ല, അതൊന്നുമല്ല. ആണോ? ആദ്യത്തെ പടം ഹോംലി മിൽസാ പറഞ്ഞ മുഴുവൻ നുണയല്ലേ? ആണല്ലേ? അപ്പൊ എന്റെ കൂടെയാണ് ആദ്യം അഭിനയിച്ചത്. ചേട്ടന്റെ കൂടെയാണ് ഞാൻ വിചാരിച്ചത്. മറ്റേ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ട് അത് ചെറിയൊരു അതല്ലേ ആദ്യം ചെയ്തത്. അപ്പ ഉണ്ടോണോ? രാജകുമാറിന്റെ എടാ ഞാനുണ്ട് മറ്റേ പ്രതി ഹോംലി മിൽസ്. അതെ, അപ്പ് ആൻഡ് ഡൗണിൽ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്നിട്ട് ബൈജേട്ടനല്ലേ വിളിക്കണതായില്ലേ? ബൈച്ചേട്ടനാണോ വിളിക്കുന്നത്? അത് നിങ്ങൾക്ക് അറിയില്ല, ഇത് ഞങ്ങൾക്ക് മാത്രമാണ്. ഇല്ല, നമ്മൾ കോമ്പിനേഷൻ ഒന്നും ഇല്ല. അല്ല, എന്റെ റോൾ എന്ന് പറഞ്ഞാൽ അവസാനം എന്തോ ലിഫ്റ്റ് ഇറക്കാൻ പറഞ്ഞ ഒന്നുമില്ല. അതൊരു ചെറിയ 2 സെക്കൻഡ് കോമ്പിനേഷൻ ഉണ്ടോ? ഹോംലി മിൽസ് ആണ് ആക്ച്വലി ഡയലോഗ്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ ടൈമിൽ തൊട്ടിട്ടുള്ള ഒരു ബന്ധമാണ് എന്നുള്ളത്. അല്ലേ? ബൈച്ചേട്ടൻ ഇപ്പഴാ അറിയുന്ന ആ പടത്തിൽ ഞാനുണ്ടെന്നുള്ള കാര്യം. പക്ഷെ ബൈച്ചേട്ടന്റെ അടുത്ത് ചോദിച്ചു, ബൈച്ചേട്ടൻ ആ പടത്തിലുള്ള കാര്യം ഞാൻ ഇപ്പഴാ അറിയുന്നത്. അത് കൊള്ളാം. നല്ല റോളായിരുന്നു. നല്ല വലിയ റോളായിരുന്നു. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഓഫീസറൊക്കെ. അതെ, അതായത് ബൈജുചേട്ടന്റെ അടുത്ത് എന്താ ചോദിച്ചിട്ടുണ്ടായി മുന്നാരോ, അതായത് യങ് ജനറേഷനിലായിട്ട് ബൈജുചേട്ടന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഫിലിം ഇൻഡസ്ട്രിന്ന് ചോദിച്ചപ്പോ ബേസില്, അജു വർഗീസ് എന്നൊക്കെയാണ് പറഞ്ഞത്. ടൊവിനോ. അത് ആ വൈബ് ഭയങ്കര കണക്റ്റഡ് ആന്ന് പറഞ്ഞു. ബൈജു യങ് ജനറേഷൻ അല്ലേ? ബൈജുചേട്ടൻ അങ്ങനെ പറയാറില്ല. ബൈജു അത് അവന്റെ വിനയം കൊണ്ട് പറയണതാ. ഞാൻ യങ് ജനറേഷനാ. 10 വർഷം കൂടെ പോയി. ജനിച്ച കാലം മുതൽ ബൈച്ചേട്ടൻ ഇങ്ങനെ തന്നെ.